ഹലോ, ഇന്നത്തെ ടോപ്പിക് ഒരു സ്പോർട്സ് ഇഞ്ചുറിനെ പറ്റിയാണ്. നമ്മൾ സാധാരണ ഈ ഫുട്ബോൾ പ്ലെയർമാർക്ക് വരുന്ന ഒരു ഇഞ്ചുറിയാണത്, അല്ലെങ്കിൽ വോളിബോൾ, ബാസ്കറ്റ്ബോൾ. മുട്ടിങ്ങനെ ട്വിസ്റ്റ് ആവുമ്പോൾ നമ്മളുടെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലിഗ്മെന്റ് ഉണ്ട്, ACL, ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗ്മെന്റ്. അതിനെ പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക്. നൗ ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ACL പറഞ്ഞൊരു ലിഗ്മെന്റ്. ACL എന്താ? നമ്മളുടെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും കണക്റ്റിങ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണത്. താഴത്തെ എല്ല് മുമ്പിലേക്ക് പോവാതിരിക്കാനാണ് ഇതിൻ്റെ ഫങ്ഷൻ. മുമ്പിലേക്ക് മാത്രം പോവാതിരിക്കാനല്ല, തിരിയാതിരിക്കാനും. നമ്മൾ ഇത് എങ്ങനെയാണ് ടയർ വരാം? ഇതിന് ഏറ്റവും കോമൺ കാരണം നമ്മളുടെ തൊടയുടെ എല്ല് അകത്തേക്ക് തിരിക്കുമേയും താഴത്തെ എല്ലും പുറത്തേക്ക് തിരിയുമേയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാല് കുത്തിയിട്ട് പെട്ടെന്ന് തിരിയാം, അല്ലെങ്കിൽ സൈഡ് നമുക്ക് ചവിട്ട് കിട്ടാം, അല്ലെങ്കിൽ ചാടുമ്പോൾ മുട്ട് സ്ലിപ്പാവാം. ഈ കാരണങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് റൊട്ടേഷൻ വരും, തിരിയാൻ തുടങ്ങും. അപ്പോഴാണ് ഈ ലിഗ്മെന്റ് പൊട്ടന്. ഇതിൻ്റെ സിംറ്റംസ്, അതായത് നമുക്ക് എങ്ങനെ അറിയാം നമുക്ക് ഇഞ്ചുറി വന്നു? ഏറ്റവും കോമൺ കാരണം ഒരു ഒരു വിരൽ പൊട്ടിക്കുന്ന പോലെ ഒരു ശബ്ദം കേൾക്കും, പിന്നെ നല്ല വേദന വരും, അപ്പോൾ തന്നെ ജോയിൻറ്റിങ്ങിന് വീർത്ത് വരാൻ തുടങ്ങും, നടക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ യൂഷ്വലി ജോയിന്റ് റെസ്ട്രിക്ഷൻ വരും, അതായത് ഫുള്ളായിട്ട് വഴക്കങ്ങൾ കിട്ടില്ല. സോ ഡയഗ്നോസിസ് എങ്ങനെയാണ്? മെയിൻലി ഇത് ക്ലിനിക്കൽ ഡയഗ്നോസിസാണ്. നമ്മൾ MRI മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഡെഫിനറ്റ്ലി MRI ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് മോർ ഇമ്പോർട്ടൻ്റ് നമ്മൾ പരിശോധിച്ചിട്ടാണ്, ഡോക്ടർമാരെ കാണിച്ചിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് ആ ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ MRIയുടെ ഫങ്ഷൻ അത് കൺഫേം ചെയ്യാനാണ്. ഇത് 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഒന്നെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്തിട്ട് മാറ്റാം, അല്ലെങ്കിൽ സർജറി ചെയ്യാം. നമ്മൾ എപ്പോഴും സാധാരണ ഈ ഫിസിയോതെറാപ്പി മാത്രമായിട്ട് പോവാം. ഫോർ എക്സാമ്പിൾ, ഒരു ആക്റ്റീവ് അല്ലാത്തൊരു ആൾക്ക് ഇത്, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് വീട്ടമ്മയ്ക്ക് നമ്മൾ യൂഷ്വലി ഫിസിയോതെറാപ്പി ചെയ്താൽ നമുക്ക് ഇത് ശരിയാക്കാൻ പറ്റും. ഫിസിക്കൽ തെറാപ്പിയുടെ ഉദ്ദേശം ചുറ്റുള്ള മസിൽസ് ഒന്ന് സ്ട്രോങ് ആക്കാനാണ്. ചുറ്റുള്ള മസിൽ സ്ട്രോങ് ആക്കിയാൽ മുട്ടിനൊരു ഉറപ്പ് കിട്ടും. ഇന്ന് സ്പെസിഫിക് ആയിട്ട് എക്സസൈസസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ബെൽറ്റ് ഇടുന്നതാ, ബട്ട് ഇത് അത്ര പ്രാക്ടിക്കൽ അല്ല. നമ്മൾ കുറച്ചധികം നാളെ ഇടേണ്ടി വരും ഇത്. പിന്നെ വല്ല ഫംഗ്ഷനോ വല്ല ഇതിൻ്റെങ്കിൽ നമുക്ക് ഇടാൻ പാടാം. സോ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അത്ര, എസ്പെഷ്യലി ഫുട്ബോൾ പ്ലെയർമാർക്ക് അല്ലെങ്കിൽ ആക്റ്റീവ് ആൾക്കാർക്ക് കീ ഹോൾ വഴി ഈ ലിഗ്മെന്റ് ശരിയാക്കുന്നതാണ്. ടെൻഡൻ, നമ്മളുടെ ബാക്ക് സൈഡിലത്തെ ഒരു മസിലിൻ്റെ ഒരു ടെൻഡൻ വെച്ചിട്ടാണ് നമ്മൾ ആ ലിഗ്മെന്റ് റീകൺസ്ട്രക്ട് ചെയ്യുക. ചെയ്താൽ നല്ല റിസൾട്ടാവും. ഒരു വിത്തിൻ 6 to 9 months ആവുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും. സർജറി മാത്രമല്ല പ്രാധാന്യം, സർജറി കഴിഞ്ഞിട്ടും ഇൻറ്റൻസീവായിട്ട് കുറച്ച് എക്സസൈസസ് ഉണ്ടാവും. സോ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്താൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാം? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പോർട്സിന് മുമ്പ് വാമപ്സാണ്. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബാലൻസ് കിട്ടും. ബാലൻസ് കിട്ടിയാൽ ഈ ലിഗ്മെന്റ് ഇഞ്ചുറി ഉണ്ടാവില്ല. പിന്നെ ചാടുന്ന ഒരു രീതിയുണ്ട്, എസ്പെഷ്യലി ബാസ്കറ്റ്ബോൾ പ്ലെയർ അല്ലെങ്കിൽ വോളിബോൾ പ്ലെയർമാർക്ക് ഒരു രീതി. നമ്മൾ ചാടുമ്പോൾ നമ്മളുടെ ബോഡി മുമ്പിലേക്ക് പോകാൻ പാടില്ല. നമ്മളുടെ മുട്ടും കാലിൻ്റെ എല്ലും ഒരു ലൈനിലാവണം. മുട്ട് പാദത്തിൻ്റെ മുമ്പിലേക്ക് പോകാൻ പാടില്ല ചാടുമ്പോൾ. അങ്ങനെ വന്നാൽ ഭയങ്കരമായിട്ട് ലോഡിങ് വരും മുട്ടിൽ. സോ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ടെക്നിക് കറക്റ്റ് ആക്കിയാൽ, റെഗുലറായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്താൽ ഈ ഇഞ്ചുറി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ ഷോർട്ട്, ഇത് ബേസിക്കലി ഒരു സ്പോർട്സ് ഇഞ്ചുറിയാണ്, ബട്ട് ഇത് മിഡിൽ ഏജ് ആൾക്കാർക്ക് വരും. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ യങ് അത്ലറ്റിക് ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കീ ഹോൾ വഴി ശരിയാക്കുന്നതാണ്. As always, do like my video, comment and subscribe. Thank you.